കുംഭരാശി, കുംഭത്തിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആ സത്യമാണ്. അതായത് ഇവർ തന്നുള്ള എന്തൊക്കെ സുഖങ്ങൾ, അതായത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, കഷ്ടങ്ങൾ എന്തും ഉണ്ടായെങ്കിലും ഇവർ അത് പ്രൊജക്റ്റ് ചെയ്യത്തില്ല. അതായത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മളിപ്പോൾ ചെയ്തിട്ട് എന്തിനാ, അത് ആർക്ക് മനസ്സിലാവും? അങ്ങനെയൊന്നും ഒരു വാശി പിടിക്കുന്ന ഒരു ക്യാരക്ടർ. വാശി എന്ന് പറഞ്ഞാൽ ഒരു അറ്റം ഇല്ലാത്ത വാശിയാണ് ഇവർക്ക്. എന്നാൽ തന്നെ സ്നേഹിക്കുന്നവരടുത്ത് മാത്രം ഇവരെല്ലാം പ്രൊജക്റ്റ് ചെയ്യും. എന്നാൽ അപ്പോനന്റ് അതിന് അനുസരിച്ചുള്ള അപ്പോനന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ വെക്കും. ആരടുത്തും ഒരു കംപ്ലൈൻസ് ഇല്ല, ഒരു കുറ്റപ്പറച്ചിലില്ല, ഒന്നുമില്ലാത്ത ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ കാര്യം അവർ തനി രാജ്യമാണ്. അതായത് എൻ്റെ രാജ്യത്തിൽ ഞാനാണ് രാജ, ഞാനാണ് റാണി എന്ന് പറയുക ഒരു ജീവിതം ഉണ്ടല്ലോ. ആ ജീവിതം ജീവിക്കുന്നവർ ഈ കുംഭരാശിയാണ്. ഇവർ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യില്ല. ഞാൻ എന്തുകൊണ്ടാവുന്ന കാലം എല്ലാം ഞാൻ ചെയ്യും. മറ്റുള്ളവരെ എന്തിനാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്? അത് തൻ്റെ കുഞ്ഞുങ്ങളായാലും ശരി, തൻ്റെ ഹസ്ബൻഡായാലും ശരി, വൈഫായാലും ശരി, അമ്മയായാലും ശരി, അച്ഛനായാലും ശരി, എന്നെ ആർക്കും നമ്മളൊരു ബാധ്യതയായി ഇരിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരു ചിന്ത ഉള്ള, അതായത് എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ നിൽക്കണം, എൻ്റെ കാൽ കൊണ്ട് ഞാൻ ഐ സ്റ്റാൻഡ് മൈ ഓൺ ലെഗ് എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്റിയൊക്കെ ഈ കുംഭത്തിലാണ് ഇരിക്കുന്നത്. അവർ ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവർക്ക് ആരെങ്കിലും അവരുടെ പാരൻസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ജോബൊക്കെ അവർക്ക് ഫിറ്റ് ചെയ്താൽ അവരുടെ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി അവർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. എന്നാൽ ഇവർ പുറത്ത് ഉറപ്പായിട്ട് സ്റ്റാൻഡ് ചെയ്യുമോ വെച്ചാൽ അവർ സ്റ്റാൻഡ് ചെയ്യും. അതൊക്കെ അവർക്കെന്ന് പറഞ്ഞാൽ ലീഡർ കപ്പാസിറ്റി ഉണ്ട്, ഒരു ലീഡിങ് കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പോൾ അത് പ്രൊജക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ തുன்பങ്ങളൊക്കെ കൊടുക്കാൻ പെടുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ വെക്കുവാണെങ്കിൽ വീട്ടിൽ, അതിൽ നമ്മൾ ഒരുപാട് ഇൻവൈറ്റ് ചെയ്തു എന്നും അല്ലാതെ അതിനേക്കാൾ ഒരാൾ നമ്മളെ ഒരുപാട് ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അത് ഈ കുംഭരാശിക്കാരനാണ്. സ്റ്റാർട്ടിങ് ടു എൻഡ്, അതായത് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ആകുന്നത് എങ്ങനെയാണോ അതേപോലെ എൻഡ് അവരെ റിസീവ് ചെയ്യുന്നതിലേருந்து അവരെ സെൻഡ് ഓഫ് ചെയ്യുന്നവരേക്കും ആ പാർട്ടിയൊക്കെ വളരെ ഗംഭീരമായിട്ട് അവർ പെർഫെക്ഷനായിട്ട് അവർ ഇത് ചെയ്ത് കൊടുക്കും. കെയറിങ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരാളെ അവർ കെയർ ചെയ്യുവാണെങ്കിൽ അവരുടെ അടുത്ത് അവർ ജീവനാണ്, അല്ല ഫ്രണ്ട്ഷിപ്പാണ്, അല്ല അമ്മ അച്ഛനാണെങ്കിൽ അവർ ഏതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് അവർ കെയർ ചെയ്യുന്നത്. അവർക്ക് അതുകൊണ്ട് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും അവർ ആലോചിക്കില്ല. ഇവർ നിങ്ങൾക്കൊരു ഫ്രണ്ട് ആയാലോ, അല്ല വൈഫായാലോ, ഹസ്ബൻഡ് ആയാലോ, അല്ല ഒരു പാർട്ട്ണർ ആകാൻ പോകുന്നതാണെങ്കിൽ യു ആർ ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും.